നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർനെറ്റോ നമ്മുടെ അടുക്കളയിലെ ഗ്യാസോ എന്തിനാ നമ്മുടെ വാഹനത്തിലെ ഇന്ധനം പോലും പെട്ടെന്ന് ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? ഒരുപക്ഷെ ആ ദുരന്തത്തിലേക്കാണ് ലോകം ഇന്ന് കണ്ണു തുറന്നത്. ഖത്തറിലെ റാസ് ലഫാൻ എന്ന ലോകത്തിന്റെ ഗ്യാസ് ഹബ് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ കത്തിയിരിക്കുകയാണ്. ആകാശത്ത് നിന്ന് പെയ്തിറങ്ങിയ അഗ്നിവർഷത്തിൽ ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷാ കവചം തകർന്നു വീണിരിക്കുന്നു. ഈ ഒരൊറ്റ നീക്കം കൊണ്ട് ലോകത്തിന്റെ ഊർജ്ജ ഭൂപടം തന്നെ മാറിയിരിക്കുകയാണ്. ഖത്തറിലെ റാസ് ലഫാൻ എന്ന് പറയുന്നത് വെറും ഒരു ഇൻഡസ്ട്രിയൽ സിറ്റി അല്ല, അത് ലോകത്തിന്റെ ഗ്യാസ് ഹബ്ബാണ്, ഭൂമിയിലെ ഏറ്റവും വലിയ ഊർജ്ജ സ്ഥിര. എന്നാൽ ഇന്ന് പുലർച്ചെയോടെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ വമ്പൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ആ സിരകൾ അറുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഖത്തർ എനർജി പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്യാസ് ടു ലിക്വിഡ് പ്ലാന്റായ പേൾ GTL അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുന്നു. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ലോകത്തിന്റെ ഊർജ്ജ ആവശ്യത്തിന്റെ വലിയൊരു ഭാഗം വഹിക്കുന്ന ഈ കേന്ദ്രത്തിന് മുകളിൽ ആകാശത്ത് നിന്നും അഗ്നിവർഷം പെയ്യുകയാണ്. കേവലം മിസൈലുകളല്ല, നൂറുകണക്കിന് കാമിക്കാസെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒരേ സമയം ഇരച്ചെത്തുന്ന സാച്ചുറേറ്റഡ് അറ്റാക്കാണ് അവിടെ നടന്നത്. അത്യാധുനികമായ റേഡാറുകൾക്കും പ്രതിരോധ കവചങ്ങൾക്കും പോലും തടയാൻ കഴിയാത്ത വിധം ആകാശം കറുപ്പിച്ചുകൊണ്ട് വന്ന ഈ മരണദൂതർ ഓരോ ലക്ഷ്യസ്ഥാനത്തും കൃത്യമായി ചെന്ന് പതിച്ചു. വമ്പൻ LNG സ്റ്റോറേജ് ടാങ്കുകൾ ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടായ ഒരു പ്രകമ്പനം കിലോമീറ്ററുകൾ അകലെയുള്ള ദോഹ നഗരത്തിൽ പോലും അനുഭവപ്പെട്ടു. ഇന്നവിടെ കാണുന്നത് വെറും തീപിടുത്തമല്ല, കിലോമീറ്ററുകളോളം ഉയരത്തിൽ പൊങ്ങുന്ന കറുത്ത പുകയും ആകാശത്തെ ചുവപ്പിക്കുന്ന തീനാളങ്ങളുമാണ്. ഇത് ലോകത്തിന്റെ ഊർജ്ജ സുരക്ഷയ്ക്കേറ്റ ഏറ്റവും വലിയ പ്രഹരം തന്നെയാണ്. ഒരുപക്ഷെ ഇനി ഒരിക്കലും പഴയപടിയാക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു മഹാദുരന്തം. ഇനി ഈ ആക്രമണം ലോകത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. റാസ് ലഫാൻ ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങളുടെ വീട്ടുപടിക്കൽ വരെ എത്തും. ഗ്ലോബൽ LNG ക്രൈസിസ് ആണ് ആദ്യം. ലോകത്തെ LNG കയറ്റുമതിയുടെ 1/5 ഖത്തറിൽ നിന്നാണ്. റാസ് ലഫാൻ സ്തംഭിച്ചാൽ ലോകമെമ്പാടും പാചകവാതത്തിനും വൈദ്യുതിക്കും വലിയ ക്ഷാമമുണ്ടാകും. അടുത്തത് ഫ്യൂവൽ പ്രൈസസ്, ഇന്ധന വിലയിലെ വർധനവും കാര്യങ്ങളുമാണ്. വാർത്ത പുറത്തു വന്നതോടെ ആഗോള എണ്ണവില കുതിച്ചുയർന്നു കഴിഞ്ഞു. ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത് വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. അടുത്തത് ഇമ്പാക്ട് ഓൺ ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ LNG ഇറക്കുമതി ചെയ്യുന്നത് ഖത്തറിൽ നിന്നാണ്. നമ്മുടെ ഫാക്ടറികളും വീടുകളിലെ PNG കണക്ഷനുകളും ഇതിനെയാണ് ആശ്രയിക്കുന്നത്. റാസ് ലഫാൻ പ്ലാന്റ് ദീർഘകാലം അടച്ചിടേണ്ടി വന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ അത് സാരമായി ബാധിക്കും. ഇതിനകം തന്നെ ഏഷ്യൻ മാർക്കറ്റിൽ ഗ്യാസ് വില ഇരട്ടിയായി വർദ്ധിച്ചു കഴിഞ്ഞു. സ്ട്രേറ്റ് ഓഫ് ഹോർമുസിന്റെ കാര്യമാണിനി. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകൾ വരാൻ ഭയപ്പെടുകയാണ്. ഇൻഷുറൻസ് ചാർജുകൾ കുതിച്ചുയർന്നതോടെ ആഗോള ചരക്ക് ഗതാഗതം പൂർണ്ണമായും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഈ കണക്കുകളും കാഴ്ചകളും ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ലോകത്തെ രക്ഷിക്കാൻ ഉപയോഗിക്കേണ്ട കോടിക്കണക്കിന് ഡോളറുകൾ ഇന്ന് ആകാശത്ത് വെടിമരുന്നായി മാറുന്ന കാഴ്ചയൊക്കെയാണ്. റാസ് ലഫാൻ കത്തിയെരിയുമ്പോൾ അത് ലോകത്തിന്റെ സമാധാനത്തിന് മേലുള്ള വലിയൊരു പ്രഹരം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.